ഒരു ദൈനംദിന രാഷ്ട്രീയ പരിസരത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങളും സാമുദായിക ധ്രുവീകരണവും വർഗീയ പ്രശ്നങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത് എന്നും അതുണ്ടാക്കുന്ന ദൈനംദിന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതും ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വീക്ഷണങ്ങളും നമുക്ക് യോജിപ്പുകളും വിയോജിപ്പുകളുമുള്ള ഒരു കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഷാഫിയാണെങ്കിൽ ഇവിടെ വലിയൊരു ഭാരം എൻ്റെ ചുമലിൽ കയറ്റി വയ്ക്കുകയും ചെയ്തു. അദ്ദേഹം നന്നായി ഈ വിഷയത്തെക്കുറിച്ച് പറയും എന്നുള്ളത്. അത്തരം പ്രതീക്ഷകളുടെ ആകാശത്ത് നിന്നൊന്നും സംസാരിക്കാൻ ഈ വൈകിയ സമയത്ത് ഞാൻ തയ്യാറല്ല. മിക്കപ്പോഴും ഇത്തരം സെമിനാറുകളുടെ പ്രശ്നം, ഉദ്ഘാടകൻ പോകുമ്പോൾ ഒരു 20 ആളെ അയാൾ കൊണ്ടുപോകും, അയാളുടെ പ്രസംഗം കഴിഞ്ഞാൽ. പിന്നെ സംസാരിക്കുന്നവരൊക്കെ 25 ആളെ വെച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ അവസാനം സംസാരിക്കുന്നവർക്ക് ഇത് ഇതേപോലെ ഈ ചായയും വടയും കൊടുക്കുന്ന കുറച്ച് വിധിക്കപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ തമാശ പറഞ്ഞാൽ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ഞാനല്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ. പക്ഷെ ആളുകൾ ഇല്ലെങ്കിൽ കൂടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതും നമ്മൾ പറയുന്ന ഒരു മൂല്യത്തെ, ഒരു രാഷ്ട്രീയ ബോധത്തെ, ഒരു സാംസ്കാരിക വീക്ഷണത്തെ, ഒരു കാഴ്ചപ്പാടിനെ, നമ്മളുടെ നീതിയെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പത്തെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതും അത് കാലത്തിൻ്റെയും വരാൻ പോകുന്ന കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ധിയിൽ വെച്ച്, ഒരു ദശയിൽ വെച്ച് അത് വീണ്ടും മുഴങ്ങി കേൾക്കുകയും ചെയ്യുമെന്നുള്ളൊരു പ്രത്യാശയാണ് എല്ലാത്തരം മൂല്യബോധങ്ങളുടെയും എല്ലാത്തരം ശബ്ദങ്ങളുടെയും നീതിക്ക് വേണ്ടിയുള്ള എല്ലാത്തരം പോരാട്ടങ്ങളുടെയും മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ പറയുക എന്നുള്ളത് നീതിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അതിൻ്റെ സാകല്യത്തെയും സാഹോദര്യത്തെയും കുറിച്ച്, ഈ ഭൂമിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ആളുകൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ ഇന്ത്യയിൽ പറയേണ്ട, നമ്മൾ നിരന്തരമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ളത്, ഈ രാജ്യത്ത് മനുഷ്യൻ എന്നുള്ള വാക്ക് എത്ര വിലകെട്ട വാക്കായി പോകുന്നു എന്നുള്ളൊരു രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയടക്കി എന്നുള്ളതാണ്. അത് പറയാതിരിക്കരുത്. നമ്മൾ ആളുകളുടെ പേര് പറയാതിരിക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയാതിരിക്കുക, എല്ലാവരെയും സുഖിപ്പിച്ചു വർത്താനം പറയുക, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പറയുന്നത് കേട്ട് ആർക്കും ഒരു അലോസരവും ഉണ്ടാകുന്നില്ല. അവർ ചായയും കുടിച്ച് വൈകുന്നേരം വീട്ടിൽ പോയിട്ടൊരു സിനിമയും കാണുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് 4 ശത്രുക്കൾ ഉണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾ പറയുക എന്നുള്ളത് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ, നിങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ തൊട്ട് സംസാരിക്കുമ്പോഴാണ് നിങ്ങളോട് ആളുകൾ പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരം എന്ന് പറയുന്നത് മനുഷ്യനെ മതാടിസ്ഥാനത്തിൽ മാത്രം വേർതിരിച്ചു കാണുകയും, മനുഷ്യൻ എന്ന് പറയുന്നത് മതത്തിൻ്റെ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ മതാടിസ്ഥാനത്തിൽ, തൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അന്ധമായ ഒരു തരത്തിലുള്ള മൃഗീയവും ഹീനവുമായ തരത്തിലുള്ള ഒരു തരം വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റു മനുഷ്യരെ എതിർക്കുന്ന മതബദ്ധരായ മനുഷ്യരെ മാത്രം സൃഷ്ടിക്കുന്ന ആ മനുഷ്യരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയാധികാരം കൈയാളുകയും ആ രാഷ്ട്രീയാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും കൊള്ളക്കാർക്കും വേണ്ടി ഈ രാജ്യത്തെ തീറെഴുതുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയാധികാര വ്യവസ്ഥ ഈ രാജ്യത്തുണ്ട്. ആ വ്യവസ്ഥയുടെ പേര് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയം എന്നാണ്, ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്നാണ്. അത് ഈ രാജ്യത്തെ സാധാരണ ഹിന്ദുവിൻ്റെയോ ഒരു വിശ്വാസിയുടെയോ അല്ല. അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അങ്ങനെയല്ല. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരം ഇപ്പോൾ കൈക്കൊള്ളുന്ന സംഘപരിവാർ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയാധികാര പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഹിന്ദുവായോ മുസ്ലിമായോ ക്രിസ്ത്യാനിയായോ ഒക്കെ വീടുകളിൽ ജനിക്കുകയും തൻ്റെ മതവിശ്വാസം പിന്തുടരുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ജനിച്ച് ജീവിച്ചു മരിച്ചു പോകുന്ന സാധാരണ മനുഷ്യരുടെ മതവിശ്വാസമല്ല മതഫാഷിസം എന്ന് പറയുന്നത്. മതഫാഷിസം എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയാധികാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ആ രാഷ്ട്രീയാധികാരം ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ രാഷ്ട്രീയാധികാരം ഉപയോഗിക്കുന്നത് അങ്ങനെ സാധാരണ മട്ടിൽ ഏതെങ്കിലും ജീവിക്കാൻ പാകമില്ലാത്ത ആ മതത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് ജനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ഒരാൾ ആ മതവിശ്വാസിയാകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയൊക്കെ പ്രകാരം, എല്ലാ നാട്ടിലെയും ഇന്നത്തെ ലോകത്തെ ഒരു രീതി പ്രകാരം അയാൾ ആ മതത്തിൽ അങ്ങ് പോവുകയാണ്. തിരിച്ചറിവ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മതത്തെ സ്വീകരിക്കുന്ന ഒരു പദ്ധതിയല്ല പലപ്പോഴും മതം എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സാധാരണ വിശ്വാസിക്ക് വേണ്ടിയല്ല ഈ രാഷ്ട്രീയ ഫാഷിസം നിലകൊള്ളുന്നത്. മറിച്ചോ അത്
മനുഷ്യർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയും ഈ കോവിഡ് കാലത്തൊക്കെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയാതെ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളടക്കമുള്ള എല്ലാ മനുഷ്യരും അവരുടെ സമ്പത്ത് ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടത്തിൽ, മനുഷ്യൻ്റെ വരുമാനം തീർത്തും ഇല്ലാതായി പോകുന്ന ഘട്ടത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ പണക്കാരനായി മാറുകയാണ് അദാനി. അദാനിക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ ഫാഷിസ്റ്റ് കൂട്ടുകെട്ട് നിലനിൽക്കുന്നത്. ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമ്മളതിനെ അങ്ങനെ തന്നെ കാണാം. കേൾക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു കാര്യമാണ് മുതലാളിത്തം, കോർപ്പറേറ്റ്, ഫാഷിസം. ഇത് തന്നെയാണോ എപ്പോഴും പറയുന്നത് എന്നുള്ളത്. ഷാഫിയുടെ നേരത്തെ പറഞ്ഞ് ഈ ടെലിവിഷൻ ചർച്ചയിലൊക്കെ പോകുമ്പോൾ ഷാഫി പറഞ്ഞ സുഖമൊന്നുമില്ല ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കാൻ. പിന്നെ നമ്മൾ പറയുന്നത് കേൾപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. വെറും വഴക്കും വയ്യാവേലിയും ബഹളവും കൂട്ടുന്ന കുറേ പേരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരുതരം പൂരം നടത്തുന്ന പോലുള്ള ഒരു പരിപാടിയാക്കി അതിനെ മാറ്റുന്നത്, അത് മാധ്യമങ്ങളുടെ ആളുകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ പതുക്കെ സംസാരിച്ചാൽ കേൾക്കാത്തവരെ കേൾപ്പിക്കാൻ ഉറക്കെ സംസാരിക്കാം. പക്ഷേ ബഹളം കൂട്ടുന്നത് കൊണ്ട് ആരും കേൾക്കുന്നില്ല. ബഹളം കൂട്ടുമ്പോൾ അത് സ്പെക്ടക്കിളായി മാറുകയാണ് ചെയ്യുന്നത്, ഒരു പൂരക്കാഴ്ച മാത്രമായാണ് മാറുന്നത്. ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ചർച്ചകളുടെ ഉള്ളിൽ നടക്കുന്നത് ആരും കാണില്ല, മറിച്ച് ബഹളം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ആളുകൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞത്, നമ്മൾ നിരന്തരം കേൾക്കുന്ന കോർപ്പറേറ്റുകളും ഫാഷിസ്റ്റുകളും തമ്മിലുള്ള കൂട്ടുകെട്ട് എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരം കൈക്കൊള്ളുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ, ഈ സാമുദായിക ധ്രുവീകരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോർപ്പറേറ്റുകളുടെയും ഈ ഫാഷിസ്റ്റുകളുടെയും നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും, ഭൂരിഭാഗം മാധ്യമങ്ങളും, ഏതാണ്ട് 95% എന്ന് വിളിക്കാവുന്ന മാധ്യമങ്ങളും ഈ ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിൻ്റെ കയ്യിലാണ്. ഈ രാജ്യത്തെ BJP സർക്കാരിനെയും സംഘപരിവാറിനെയും ഒരു ലിബറൽ ഡെമോക്രസിയുടെയും ഒരു മതേതര രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എതിർത്തിരുന്ന ഒരു ചാനലാണ് പ്രണോയ് റോയുടെ NDTV, ഇംഗ്ലീഷ് ചാനൽ, ഒരു ദേശീയ ചാനൽ. ആ NDTVയെ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വളരെ കൃത്യമായി മതേതര നിലപാടുകളിൽ നിന്ന് എതിർക്കുന്നു എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് NDTVയെ അതിൻ്റെ ഒരു ലോണിന്, ഒരു വായ്പയെ മറ്റൊരു രീതിയിൽ, വായ്പ എടുത്തത് വേറൊരാളിൽ നിന്നാണ്, വായ്പ എടുത്തത് X എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണെങ്കിൽ Xന് എൻ്റെ കയ്യിൽ നിന്ന് അദാനി ആ വായ്പ വാങ്ങി. അങ്ങനെ നടക്കും. ആ വായ്പയുടെ ഉടമസ്ഥാവകാശം അദാനി വാങ്ങുകയും ആ വായ്പ തിരിച്ചടയ്ക്കാത്തത് അത് ആ വായ്പയുടെ കരാർ അനുസരിച്ച് ഇത്ര കാലത്തിനുള്ളിൽ ആ വായ്പയിൽ ഒന്നുകിൽ തിരിച്ചടവിന് നീട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ കമ്പനി ഏറ്റെടുക്കാവുന്ന. അദാനി വാങ്ങുമെന്നുള്ളൊരു അപകടം മണക്കാതിരുന്നുകൊണ്ട് അദാനി പിൻവാതിലൂടെ വാങ്ങുകയും വീണ്ടും ഇവിടെ വന്നിട്ട് NDTV ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനലിനെ പോലും തങ്ങൾക്കെതിരെ ഒരു ശബ്ദമുയർത്തുമ്പോൾ അതിനെപ്പോലും ഏറ്റെടുക്കുകയും അതിനെ തങ്ങളുടെ വരുതിയിലാക്കുകയും ചെയ്യുന്ന മട്ടിൽ ഈ രാജ്യത്തെ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഫാഷിസ്റ്റ് കൂട്ടുകെട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവിടെയാണ് ഈ വർഗീയ ധ്രുവീകരണത്തിൽ അവരുടെ പങ്ക് എന്ത് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് TV എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാകുന്നു, അതുപോലെ നിരവധി ചാനലുകൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചവർ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുടെ മാത്രമല്ല, അവരുടെ മറ്റ് സമ്മർദ്ദങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് വിഷയത്തിൽ അങ്ങനെയല്ല പലപ്പോഴും സംസാരിച്ചത്. എങ്കിൽ പോലും അതിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ സംസാരിക്കുന്നതല്ല ജനാധിപത്യം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന പോലെയല്ല. എങ്ങനെയാണ് ഒരു വാർത്ത അവതരിപ്പിക്കുന്നത്, അതിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത് എന്നുള്ള പോലെയാണ്. വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു സമയം നമുക്കില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു സദസ്സുമല്ല. എങ്കിൽ പോലും ഞാൻ പറയാം, ഒരു ചിത്രം നമ്മളിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആദ്യം ഞാനതിൻ്റെ ഏറ്റവും നമുക്ക് പരിചിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോൾ ഭീകരവാദി എന്ന് പറഞ്ഞ് സച്ചിദാനന്ദൻ്റെ കവിത ഇവിടെ സമത് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഭീകരവാദി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് മുഴുവൻ എന്താ? നേരത്തെ പറയുന്ന പോലെ ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ലോകം മുഴുവൻ ഒരു ഭീകരവാദിയെക്കുറിച്ച് നമ്മുടെ മുമ്പിലുള്ള അവതരണം എന്ന് പറയുന്നത്. ഒരു ചിത്രം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളൊരു ഉദാഹരണമാണത്. ഇപ്പോൾ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിനെതിരെ അന്ന് ബുഷിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാഖിനെതിരെ നടത്തുന്ന ആക്രമണത്തിൻ്റെ കാലത്ത് നമ്മുടെ മുമ്പിലെല്ലാം വന്നിരുന്നൊരു ദൃശ്യം എന്താണ്? എണ്ണയിൽ കുതിർന്നൊരു പക്ഷി, എണ്ണയിൽ കുതിർന്ന ഓയിൽ റിഗുകൾ തകർത്തിട്ട് അതിൻ്റെ എണ്ണ കടലിലെല്ലാം പരന്ന് അതിൽ എണ്ണയിൽ കുതിർന്നൊരു പക്ഷി അതിൻ്റെ ചിറകുകൾ എണ്ണയിൽ ഒട്ടിക്കൊണ്ട് അതിന് പറക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു ദൃശ്യം നമ്മുടെ മുമ്പിലെല്ലാം പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു വാസ്തവമാണ്, അതൊരു വലിയ പ്രശ്നമാണ്, പാരിസ്ഥിതിക പ്രശ്നമാണ് അതൊക്കെ. പക്ഷേ എന്താ പ്രശ്നം?
അമേരിക്ക ഇറാഖിനെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയ പരിധിയിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആക്രമണം മുഴുവൻ ഈ എണ്ണയുടെ പേരിലുള്ള ആധിപത്യം നേടുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. അവിടെ നടത്തുന്ന ബോംബിങ്ങുകൾ, അവിടെ മരിച്ചു വീഴുന്ന നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരായ നൂറുകണക്കിന് മനുഷ്യർ. ഇത്തരം വാർത്തകളൊന്നുമില്ല. പകരം നമുക്ക് മുമ്പിൽ വരുന്നത് എന്താണ്? ഈ എണ്ണയിൽ കുതിർന്ന പറക്കാൻ പറ്റാത്ത ചിറകുകൾ ഒട്ടിപ്പിടിച്ചൊരു പക്ഷിയുടെ ചിത്രമാണ് വരുന്നത്. നിങ്ങൾ എന്താണ് കാണേണ്ടത് എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണ് നിങ്ങൾ എന്താണ് കാണേണ്ടത്, നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന മാധ്യമങ്ങളുടെ മുകളിലുള്ള പിടി ഈ ഫാഷിസ്റ്റുകളും കോർപ്പറേറ്റുകളും പിടിച്ചു വെക്കുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് മുഴുവൻ അവർ പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്ത ആളുകളായിട്ട് നിങ്ങൾ മാറുന്നത്. ഇതിനെക്കുറിച്ച് റൊളാങ് ബാത്ത് എന്ന് പറയുന്ന ഒരു വിഖ്യാതനായ ചിന്തകൻ ഇതിൻ്റെ ഒരു ദൃശ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം കാണുന്നത്, അത് അതിൻ്റെ സിമിയോട്ടിക്സിലെ ഒരു സൈദ്ധാന്തികമായ ഒരു സാധനമാണ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരു ചുവപ്പ് എന്നുള്ളൊരു നിറം കാണുമ്പോൾ നമ്മളെന്താ സാധാരണഗതിയിൽ ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, കറുപ്പ് എല്ലാം അതുപോലുള്ള നിറമാണ്. അല്ലെങ്കിൽ കറുപ്പ് എന്നുള്ള നിറം കാണുമ്പോൾ, കറുപ്പ് നമ്മൾ സാധാരണഗതിയിൽ കറുത്ത ഒരു നിറം കാണുമ്പോൾ നമുക്കൊന്നും തോന്നേണ്ട കാര്യമില്ല, കറുത്ത നിറം എന്നേ തോന്നുള്ളൂ. പക്ഷെ കറുത്ത നിറം നമ്മളുടെ സാംസ്കാരികമായ നമ്മളുടെ ജീവിതത്തിൻ്റെ ചിത്രങ്ങളിലൂടെ നമ്മൾ ശീലിച്ചു വന്നെന്താ? കറുത്ത നിറം ദുഃഖത്തിൻ്റെയാണ്. കറുത്ത നിറം, ഒരു കറുത്ത കൊടി കണ്ടാൽ നമ്മൾ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിക്കുന്നു, അല്ലേ? കറുപ്പിനങ്ങനെ ഞാൻ ആരെങ്കിലും മരിക്കുമ്പോൾ കെട്ടാനുള്ളൊരു കൊടിയാണ് ഈ കറുപ്പ് എന്ന് പറഞ്ഞിട്ടല്ല കറുത്ത നിറം ഉണ്ടായത്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് ആ നിറത്തിന് ആ അർത്ഥം. ഒരു ചുവപ്പ് കൊടി, ഒരു ചുവപ്പ് ഇത് വെച്ച് ഒരു ക്രോസ് ഇട്ട് കേട്ട് കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ പാടില്ല, അത് അപകടം, ഡേഞ്ചർ ആണെന്ന് നമ്മളെ പഠിപ്പിച്ച്. നിറത്തിൻ്റെ പ്രശ്നമില്ല, ആ നിറത്തിനെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിഹ്നങ്ങളെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ബാർത്ത് പറയുന്നത്. ഒരു വിഷ്വൽ അദ്ദേഹം പാരീസ് മാച്ച് എന്ന് പറയുന്ന ഒരു മാസികയുടെ കവർ ചിത്രം ഉണ്ട്. ഫ്രഞ്ച് പതാകയെ, ഫ്രാൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളെ കോളനിയാക്കിയ ഒരു രാജ്യമായിരുന്നു ഫ്രാൻസിനെ കുറിച്ച് സാർത്ര ഈ റച്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനെഴുതിയ ഫ്രാൻസിൻ്റെ പുസ്തകത്തിനെഴുതിയ അവതാരികയിൽ പറയുന്നത് ഫ്രാൻസ് പണ്ടൊരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, ഇന്നതൊരു രോഗത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നുണ്ട്. അത് ഈ നൂറുകണക്കിന് രാജ്യങ്ങളെ കോളനികളാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുടെയും സമ്പത്തുണ്ടായത്. അതുപോലെയാണ് ഈ ഫ്രാൻസിൻ്റെ അടിമരാജ്യങ്ങളായിരുന്നു, അവരുടെ കോളനികളായിരുന്നു ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും. അങ്ങനെ ആഫ്രിക്കൻ വംശജനായ ഒരു ചെറുപ്പക്കാരൻ ഫ്രാൻസിൻ്റെ മിലിറ്ററി യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഫ്രഞ്ച് പതാകയെ സല്യൂട്ട് ചെയ്യുന്ന, അഭിവാദ്യം ചെയ്യുന്ന ഒരു ചിത്രമാണ് അതിനു മുമ്പിൽ കാണിച്ചത്. ബാർത്ത് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നത് എന്താ? അത് കാണുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നുന്നത്? ഫ്രാൻസിൻ്റെ പതാക എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ മതേതരത്വത്തെക്കുറിച്ച്, യൂറോപ്പിൻ്റെ വിശാല ഹൃദയത്വത്തെക്കുറിച്ച്, യൂറോപ്പിൻ്റെ സംസ്കാരത്തെക്കുറിച്ചെല്ലാം ഈ ഫ്രാൻസിൻ്റെ പതാക പ്രതിനിധീകരിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ അച്ചടക്കത്തിൻ്റെ, തൻ്റെ മാന്യമായ ജീവിതത്തിൻ്റെ, സിവിലൈസ്ഡ് ആയിട്ടുള്ള ലൈഫിൻ്റെ, ആഫ്രിക്കക്കാരന് ഇവർ കൊടുത്ത സിവിലൈസ്ഡ് ആയിട്ടുള്ള ലൈഫിൻ്റെ സൂചകങ്ങളിലൊന്നായിട്ട് അതിനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാം ഭദ്രം, സുഭദ്രം, ശാന്തം, സന്തോഷം എന്നുള്ള മട്ടിലാണ്. പക്ഷെ വാസ്തവം എന്താ? അയാളുടെ തന്നെ എത്രയോ തലമുറകളെ കടലിലെറിഞ്ഞു കൊന്നുകൊണ്ട് ലക്ഷക്കണക്കിനായിട്ടുള്ള ആഫ്രിക്കൻ അടിമകളുടെ ജീവിതത്തിലും വിയർപ്പിലും അധ്വാനത്തിലും ആഫ്രിക്കയുടെ സമ്പത്തിലും കെട്ടിപ്പൊക്കിയതാണ് പാരീസിലെ ഓരോ തെരുവുകളും എന്ന് നമ്മൾ മറക്കുകയും അതിനെ അഭിവാദ്യം ചെയ്യുന്ന കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രം നമ്മുടെ തലയിൽ പതിയുകയും ചെയ്യുമ്പോൾ അവിടെ രക്ഷപ്പെട്ടു പോകുന്നത് ഫ്രാൻസ് എന്ന് പറയുന്ന കോളനി ഭരണാധികാരിയാണ്. ഇതാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ, മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. അത് ഏത് മാധ്യമം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. മാധ്യമങ്ങൾ ഉണ്ടാകണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ മാധ്യമങ്ങൾ ഉണ്ടായേ കഴിയൂ. മാധ്യമങ്ങളാണ് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് എല്ലാ ദിവസവും മൈക്ക് കെട്ടി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ ജനാധിപത്യ സമൂഹത്തിൽ മീഡിയ എന്ന് പറയുന്നത് നിർണായകമായൊരു ശക്തിയാണ്. അത് ഉണ്ടായേ പറ്റൂ. പക്ഷെ എന്ത് തരം മീഡിയ എന്നുള്ളതാണ് ചോദ്യം. ഏത് തരത്തിലുള്ള മാധ്യമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ചോദ്യം. ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അദാനിയുടെയും അംബാനിയുടെയും ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളുടെയും സംഘപരിവാറിൻ്റെയും നാവായിട്ടാണ്, ജിഹുകളായിട്ടാണ് ഈ മാധ്യമങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൻ്റെ ജീവിതത്തെ മുഴുവൻ, തൻ്റെ തലമുറകളെ മുഴുവൻ, തൻ്റെ ഭൂഖണ്ഡത്തെ മുഴുവൻ കൊള്ളയടിച്ച ഒരു രാജ്യത്തിൻ്റെ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഒരു ആഫ്രിക്കക്കാരൻ്റെ ചിത്രം കൊടുത്തുകൊണ്ട് ആ ചരിത്രത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും ആ ചരിത്രത്തെ മുഴുവൻ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആ ദൃശ്യത്തിൻ്റെ വിരുത് ഈ ഇന്ത്യയിലും കേരളത്തിലും നമുക്കിപ്പോഴും കാണാൻ കഴിയും. ബാർത്ത് പറഞ്ഞ ആ പ്രശ്നം നമുക്കിപ്പോഴും കാണാൻ കഴിയും. ഞാൻ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പറയാം.
എങ്ങനെയാണിതെന്ന് ഇതിലെ 3 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അതിൽ സംഘാടകർ ഞാനിവിടെ വന്നപ്പോഴാണ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ആയിരുന്ന പോലെ ഇത് തന്ന് ഞാൻ ഇപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നൊക്കെ കണ്ടത്. അതവിടെ നിൽക്കട്ടെ, അത് ഒരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചു. ഉദാഹരണത്തിന് ബോംബെ കലാപം നടക്കുന്നു. ബോംബെ കലാപം നടക്കുമ്പോൾ ശിവസേനയുടെ മുഖപത്രമായ സാമ്ന നിരന്തരമായി ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലുള്ള വലിയ ബോംബെയിലെ അന്ന് ശിവസേനക്കാർ കലാപം നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഈ ഇലക്ട്രൽ റോളുണ്ട്, തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക. ഈ വോട്ടർ പട്ടിക നോക്കി മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കയറി അവരുടെ വീടുകളുടെ വാതിലുകളിൽ തട്ടി വിളിച്ച് അവരെ പുറത്തിറക്കിക്കൊണ്ട് കൊല്ലുന്നൊരു പരിപാടി നടക്കുന്ന, നമ്മൾ ബോംബെ കലാപം എന്നറിയപ്പെടുന്ന ആ പരിപാടി, അവിടെ ആക്രമണം നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ ശിവസേനയുടെ പത്രമായ സാമ്ന എല്ലാ ദിവസവും വിഷം തുപ്പുന്ന മുഖപ്രസംഗങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്, വാർത്തകളാണ് കൊടുത്തിരുന്നത്. അത് അവരുടെ പത്രങ്ങൾ മാത്രമല്ല, മുഖ്യധാരാ പത്രങ്ങൾ പോലും അതിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വർഗീയവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ സ്ഥാപനവൽക്കരിക്കുകയും ചെയ്യുന്നത്? എന്ത് പരിപാടിയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, മുമ്പ് നമ്മുടെ നാട്ടിൽ മതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്തായിരുന്നു? സാധാരണഗതിയിൽ അത് മതം ഒരാളുടെ സ്വകാര്യമായ വിശ്വാസമാണ്, അയാളുടെ ആത്മീയമായ അനുഭൂതിയാണ്. അയാൾ ഒരു തരത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഒരു മതവിശ്വാസത്തിൻ്റെ പദ്ധതികളെ പിന്തുടരുന്നുണ്ടോ ഉള്ള അയാളുടെ കാര്യമാണ്. അത് അയാൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യനോട് മെക്കെട്ട് കയറാൻ നടക്കുന്ന ഒരു പരിപാടിയായിട്ടല്ല നമ്മൾ ജീവിതത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അങ്ങനെയല്ലാത്തത് വളരെ സ്വാഭാവികമായ ഒരു പരിപാടിയായിട്ട് മാറുന്നു. അങ്ങനെയല്ല, നിങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ നാട്ടിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും എല്ലാം അടങ്ങുന്ന മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഒരാളെ പ്രധാനമന്ത്രിയാക്കുമ്പോൾ അയാൾ തമിഴ്നാട്ടിൽ നിന്നും ഒരു 15 ഹിന്ദു ബ്രാഹ്മണന്മാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് പാർലമെൻറ്റിൽ ഒരു ചെങ്കോലും വെച്ച് ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യത്തിൻ്റെ ചർച്ചകൾ നടക്കേണ്ട ഒരു സ്ഥലത്തെ ഫാഷിസ്റ്റുകളുടെ ഒരു കൂടാരത്തിൻ്റെ അടയാളമാക്കി മാറ്റുമ്പോൾ അത് സ്വാഭാവികമായി പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രശ്നം. അതാണ് സ്വാഭാവികവൽക്കരണം. ഇതല്ല നടക്കേണ്ടത് എന്ന് പറയേണ്ടടുത്ത് ഇത് വളരെ സ്വാഭാവികമാണ്. ദാറ്റ്സ് ദ ന്യൂ നോർമൽ. ഇതാണ് പുതിയ സ്വാഭാവികത. ഇത് വളരെ കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ്, അല്ലേ? ഇത് കേരളത്തിൽ ഇത് വിൽപ്പനയുടെ ഭാഗമായിട്ട് ഈ TRP റേറ്റ് കൂട്ടിങ്ങും പരസ്യം കിട്ടുന്നതിനും വേണ്ടിയിട്ട് കേരളമാണെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സാന്നിധ്യമുള്ളൊരു സ്ഥലം കൂടിയായതുകൊണ്ട് ഇത് മറ്റു രീതിയിലും കൂടെ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പം ശബരിമലയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ സാധാരണഗതിയിലുള്ളൊരു കാര്യം. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയ്ക്ക് പോകാൻ വരാം. അത് വളരെ സ്വാഭാവികമായിട്ട് എത്രയോ കാലമായിട്ട് നടന്നിരുന്നൊരു സംഗതിയാണ്. നമ്മൾ രാവിലെ 4:30 5 മണിക്കോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ജനലിലൂടെ കേൾക്കുന്ന ശബ്ദം അയ്യപ്പന്മാർ കുളിക്കാൻ പോകുന്ന ശബ്ദമാണ്. അല്ലെങ്കിൽ നോമ്പുകാലത്ത് കേൾക്കുന്ന മതപ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഇതോ, അതൊക്കെ വളരെ സ്വാഭാവികമായി നടന്നിരുന്ന കാര്യമാണ്. ടെലിവിഷൻ വരുന്നതോടുകൂടി എന്തായി? ഇനി ശബരിമല വാർത്തകൾ എന്നാണ് പറയുന്നത്. ശബരിമല വാർത്തകൾ എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് നോക്കുക. അതിൻ്റെ പിന്നാലെ നമ്മൾ കേൾക്കുന്നത് എന്താ? സ്വാമിയെ ശരണമയ്യപ്പ തൊട്ട് ഹരിവരാസനം വരെയുള്ള വലിയ ശബ്ദങ്ങളും പ്രാർത്ഥനകളും മണിയടികളും ഒക്കെ ആയിട്ട് ഈ ദൃശ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. നോമ്പുകാലമായാൽ അല്ലെങ്കിൽ റംസാനായാൽ മറ്റൊരു രീതിയിൽ ഇത് വരികയാണ്. അതെന്താണ്? സമൂഹത്തെ മതബദ്ധമാക്കി ജീവിപ്പിക്കുക എന്നുള്ളതാണ്. മതത്തെ മനുഷ്യരുടെ സ്വകാര്യമായ അവരുടെ സാമൂഹ്യമായ കൂട്ടായ്മയുടെ ഭാഗത്തിൽ നിന്നും അടർത്തി മാറ്റുകയും അതിന് രാഷ്ട്രീയമായി സമൂഹത്തെ വേർതിരിപ്പിക്കുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യേണ്ട. ഇപ്പോൾ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് പറയാം. അതായത് ബോംബെ കലാപകാലത്ത് നമ്മളതാ പറഞ്ഞത്, ബാൽ താക്കറെയുടെ നേതൃത്വത്തിലും വർഗീയവാദി എന്നും കടുത്ത വിഷം തുപ്പുന്ന വെറുപ്പിൻ്റെയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യണമെന്ന് യാതൊരു മടിയും കൂടാതെ പറഞ്ഞിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വിഷം തുപ്പിയ വർഗീയവാദികളിൽ ഒരാളായിരുന്ന ബാൽ താക്കറയെ അങ്ങനെ തന്നെയാണ് അന്ന് കണ്ടിരുന്നത് നമ്മളെല്ലാം. പക്ഷേ ബാൽ താക്കറെ മരിക്കുന്ന കാലമാകുമ്പോഴേക്കും ഈ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിലെത്തുന്നൊരു കാലമാവുകയും അവരുടെ രാഷ്ട്രീയാധികാരം ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിലേക്ക് കിനിഞ്ഞിറുകയും ചെയ്യുന്നൊരു കാലമാവുമ്പോൾ ബോംബെയുടെ തെരുവുകളിൽ ഒരു വീരപുരുഷനെ പോലെയാണ് ബാൽ താക്കറെയുടെ മരണശേഷം അയാളുടെ ശവമഞ്ചം കൊണ്ടുപോയത്. ഇതാണ് സ്വാഭാവികവൽക്കരണം. നിങ്ങൾ വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് എന്ന് നിങ്ങളെ നോക്കി വിളിക്കേണ്ട മാധ്യമങ്ങൾ പകരം നിങ്ങളെ സ്വാഭാവികമായ ഒരു സ്റ്റേറ്റ്സ്മാൻ ആക്കി മാറ്റുന്നു. അയാൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവായി മാറുന്നു. നോർമലൈസേഷൻ ഓഫ് ദ കമ്മ്യൂണലിസ്റ്റ്, നോർമലൈസേഷൻ ഓഫ് ദ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികവൽക്കരണമാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളി എന്തുകൊണ്ടുണ്ടാവുന്നു?
അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു രൂപത്തിൽ ആർജിക്കുന്നു. അതിൻ്റെ അടുത്ത ഉദാഹരണം ഞാൻ പറയാം, എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതിൻ്റെ പങ്കാളികളായതെന്ന്. സമയക്കുറവ് കൊണ്ട് ഞാനത് ചുരുക്കി പറയാം. ഈ ഗുജറാത്ത് കലാപം 2002 ഗുജറാത്ത് കലാപം നടക്കുകയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് സംഘപരിവാറുകാർ ഇതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമെന്നും ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാണ്, ലബോറട്ടറിയാണ് ഗുജറാത്ത് എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ഗുജറാത്ത് കലാപക്കാലത്ത് അവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് പ്രതികരിച്ചത്? 2 പത്രങ്ങൾ, സന്ദേശ് എന്നും ഗുജറാത്ത് സമാചാർ എന്നും പറയുന്ന 2 പത്രങ്ങൾ എടുക്കാം. സന്ദേശ് എന്ന് പറയുന്ന പത്രം ഗോധ്രയിലെ തീവണ്ടി അപകടം കഴിയുകയും അതിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി പോയി വന്നിരുന്ന കരസേവകർ മരിക്കുകയും ചെയ്തപ്പോൾ, തീ പിടിച്ചു അവർ വലിയ കുറേ പേർ മരിക്കുകയും ചെയ്ത ആ പ്രശ്നത്തിൽ, ആ സംഭവത്തിന് തൊട്ട് പിന്നാലെയുള്ള കലാപത്തെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്ന സമയത്തിൽ എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? നുണയാണ് കൊടുക്കുന്നത്. 2 ഹിന്ദു പെൺകുട്ടികളെ കാണാതാവുന്നു, അവരുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്നു, അവർ ഭയങ്കരമായ അതിഭീകരമായ വിധത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരു വാർത്ത സന്ദേശം കൊടുക്കുന്നു. 2 ദിവസത്തിന് ശേഷം, ഈ ഗോധ്ര ഇഷ്യൂവിന് ശേഷം, അവർ ഈ സബർമതി ട്രെയിനിൽ നിന്നാണ് അവരെ പിടിച്ചുകൊണ്ടുപോയതെന്നുള്ള വാർത്ത കൊടുക്കുന്നു. വാർത്ത അന്വേഷിച്ച് ചെല്ലുന്നു, അതിൻ്റെ ഫാക്ട് ചെക്കിങ് നടത്തുന്നു. ആഴ്ചകൾക്ക് ശേഷം പോലീസ് അടക്കം അന്വേഷിച്ച് പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഒരു സോഴ്സും ഇല്ല ആ വാർത്തയ്ക്ക്. പക്ഷേ ആ ഒരു സോഴ്സ് ഇല്ലാത്ത, യാതൊരു സ്രോതസ്സുമില്ലാത്ത, സത്യത്തിൻ്റെ അടുത്തുകൂടി പോകാത്ത ഇത്തരത്തിൽ ഒരു കലാപത്തിനെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത സത്യമല്ല എന്നുള്ളത് ആരും കേൾക്കുന്നില്ല. ആ വാർത്തയുടെ പേരിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെയും കൊടിയേറുന്ന രാഷ്ട്രീയത്തിൻ്റെയും കളികളും പൂരങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ആ ഫാക്ട് ചെക്കിങ് നടക്കുക. ഇതാണ് പണ്ട് വിജയമാഷ് തലശ്ശേരി കലാപത്തെക്കുറിച്ച് പറയാറുണ്ട്. സ്കൂളിൽ പോകുന്ന ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം കലാപകാരികൾ ആക്രമിച്ചു എന്നൊരു വാർത്ത വരുന്ന എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലായി, ആളുകളൊക്കെ പ്രതികരിച്ചു. അങ്ങനെ കലാപത്തിൻ്റെ അതിനുള്ള വേറൊരു കാരണമായിട്ട് അത് മാറുന്നു എന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ ആലോചിച്ചത്, ഈ വാർത്ത ഇങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നത്, ഞായറാഴ്ച സ്കൂളുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഈ വാർത്ത നമ്മുടെ സമൂഹത്തിൻ്റെ കലാപത്തിൻ്റെ കാരണങ്ങളിലൊന്നായി മാറുന്നു. അതായത് സന്ദേശിനെയും ഗുജറാത്ത് സമാചാറിനെയും പോലുള്ള പത്രങ്ങൾ ഗുജറാത്ത് കലാപക്കാലത്ത് മുസ്ലിങ്ങൾക്കെതിരായും ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്ക് വേണ്ടിയും മാധ്യമങ്ങളുടെ രൂപത്തിൽ നടത്തിയ പ്രചാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇത്തരം വാർത്തകൾ. ഈ മുസഫർ നഗർ കലാപത്തിൻ്റെ കാലത്ത്, മുസഫർ നഗറിൽ UP-യിലെ മുസഫർ നഗർ കലാപം നടന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങൾ പലതവണ പോയ ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഒരു നുണപ്രചരണം നടക്കുന്നത് എന്നുള്ളത്, കൃത്യമായ നുണപ്രചരണം. നമ്മൾ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ 2 പെൺകുട്ടികളെ അറക്കവാള് വെച്ചുകൊണ്ട് ഈ തടിമില്ലിൽ അറക്കവാള് വെച്ചുകൊണ്ട് അറത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എവിടെയാണ് ഇവിടെ ഈ തടിമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ തടിമില്ല് എവിടെയാണെന്ന് അറിയാത്ത ആളുകളാണ് തടിമില്ലിൽ പെൺകുട്ടികളെ അറക്കവാള് വെച്ചുകൊണ്ട് അറത്തു എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത്. അവർക്കതറിയില്ല. അവർക്കറിയാവുന്ന ഒന്ന്, ആളുകളെ പരമാവധി പ്രകോപിപ്പിക്കുകയും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ട പണി എന്നാണ്. ഈ പണി ഏറ്റെടുക്കുന്നത് നേരത്തെ ബാൽ താക്കറെയുടെ സാമനെയും സന്ദേശിനെയും ഗുജറാത്ത് സമാചാറിനെയും പോലെ പ്രകടമായ പക്ഷപാതിത്വങ്ങളുള്ള സംഘപരിവാറിൻ്റെയൊക്കെ പ്രകടമായ, അല്ലെങ്കിൽ മതരാഷ്ട്രീയത്തിനോട് പ്രകടമായ പക്ഷപാതിത്വങ്ങളുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ട് എന്ന് നമുക്കറിയാവുന്ന മാധ്യമങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള പക്ഷപാതിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് പുറത്തു പറയാതിരിക്കുകയും ഇത്തരത്തിൽ തങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളാണ് എന്ന് കൃത്യമായി അവകാശപ്പെടുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ ഇത്തരത്തിൽ മനുഷ്യനെ മതത്തിൻ്റെയും സാമുദായിക വൈരത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്ന വാർത്തകൾ വളരെ സൂക്ഷ്മമായി നമ്മുടെ ഉള്ളിലേക്ക് പരത്തിവിടുന്ന ഒന്നായി മാറുന്നു. മാധ്യമങ്ങൾക്ക് ഇതിലുള്ള വലിയൊരു പങ്ക് എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത്, മാധ്യമങ്ങൾ ഒരു പ്രൊപ്പഗാൻഡ ടൂളായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ്. മാധ്യമങ്ങളെല്ലാം മോശം, മാധ്യമങ്ങളൊന്നും നന്നല്ല, മാധ്യമങ്ങളെ വേണ്ട, ഇത് മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് സംഘപരിവാറുകാർ മാധ്യമങ്ങളെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. എന്താ, മാധ്യമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും ആവശ്യമായ സംഗതികളിലൊന്നാണ് മാധ്യമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. മാധ്യമങ്ങളെ വേണ്ട, പകരം പ്രൊപ്പഗാൻഡ ടൂൾസ് മാത്രം മതി എന്നാണ് സംഘപരിവാറിനെ പോലുള്ള ഫാഷിസ്റ്റ് കക്ഷികൾ ആവശ്യപ്പെടുന്നത്. പ്രചാരണ മാധ്യമങ്ങൾ മാത്രം മതി. ഹിറ്റ്ലറുടെയൊക്കെ ജർമ്മനിയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ പ്രചാരണം മാത്രം മതി, അല്ലാണ്ട് വേറൊന്നും വേണ്ട. ഇതാണ് അവരാവശ്യപ്പെടുന്നത്. ആ രീതിയിലല്ല നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത്. പക്ഷേ മാധ്യമങ്ങൾ കോർപ്പറേറ്റുകളുടെയും ഫാഷിസ്റ്റുകളുടെയും കയ്യിൽ ഒതുങ്ങുമ്പോൾ അവിടെ നടക്കുന്നത് ഈ ഒരു പരിപാടിയാണ്. നമ്മൾ
നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് ഗുജറാത്ത് കലാപത്തിന്റെ അമരക്കാരനായിരുന്നൊരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് വിചാരണ ചെയ്യപ്പെടേണ്ട ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ഒരു ഫാഷിസ്റ്റാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ജനസൈഡിനെതിരെ വംശീയമായ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകുന്നവരെ വിചാരണ ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. അത്തരമൊരു നിയമം അനുസരിച്ച് വിചാരണ ചെയ്യപ്പെടേണ്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിൽ പോലും അതൊരു സ്വാഭാവികതയായിട്ട് നമ്മൾ സ്വീകരിക്കുക എന്ന് മാത്രമല്ല, നമ്മളുടെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? മോദി ഭാരതം എന്ന് പറഞ്ഞ് അവർ തലക്കെട്ടിടുന്നു. അങ്ങനെയാണ് തലക്കെട്ടിടുന്നത്. അപ്പോൾ വർഗീയത ഒരു സ്വാഭാവികമായ ഒരു പരിപാടിയായി മാറുന്നു. നേരത്തെ ചുള്ളിയാറ്റിൻ്റെ NS മാധവൻ്റെ ഉദാഹരണം പറഞ്ഞ മാതിരി തർക്കമന്ദിരത്തിൽ നിന്നും അത് രാമക്ഷേത്രമായി മാറുന്ന പദ്ധതിയിലേക്കും, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മുടെ ന്യായാധിപന്മാർക്ക് പോലും പോയി ഇരിക്കാവുന്ന ഒരു പരിപാടിയായി മാറുന്നതിലേക്കും, ഒരു മതം എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മീയമായ സ്വകാര്യമായ ഒരു ജീവിത പദ്ധതി എന്നുള്ളതിനപ്പുറം ഒരു രാഷ്ട്രീയമായ ആക്രമണ പദ്ധതിയാകുമ്പോൾ മാറുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുന്നിലാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ചിഹ്നങ്ങളെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? നമ്മൾ ഇന്നലെ കണ്ട രാമനല്ല ഇന്ന് കാണുന്ന രാമൻ. ഇന്നലെ കണ്ട രാമൻ എങ്ങനെയായിരുന്നിരിക്കാം? ഉദാഹരണത്തിന് ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ രാമനാണ് രാമക്ഷേത്രത്തിലെ രാമനായിട്ട് മാറുന്നത്. സംഘപരിവാറിൻ്റെ രാമൻ ആ രാമനാ. ഗാന്ധി മരിച്ചു വീഴുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞ് മരിച്ചു വീഴണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാണ് ഗാന്ധി അതിന് വെടിയേറ്റ് മരിക്കുന്ന ഗാന്ധി പറയുന്നത് ഹേ റാം എന്നാണ് നാം കരുതുന്നത്. നാഥ്റാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുത്വ വർഗീയവാദി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമ്പോൾ അദ്ദേഹം പിടഞ്ഞു വീഴുമ്പോൾ ഹേ റാം എന്ന് പറയുന്ന ആ രാമനാരാ? ഗാന്ധി പറയുന്നത് എൻ്റെ രാമൻ എന്ന് പറയുന്നത് കേവലം ഒരു ദൈവമല്ല, മറിച്ച് എൻ്റെ രാമൻ എന്ന് പറയുന്നത് സത്യവും നീതിയുമാണ് എന്നാണ്. സത്യവും നീതിയുമാണ് എൻ്റെ ദൈവം എന്നാണ് ഗാന്ധി പറയുന്നത്. ഗോഡ്സെയുടെ രാമനാണ്. ഒരേ രാമനല്ല, ഈ രണ്ട് രാമന്മാരും, രണ്ട് ദൈവങ്ങളും, രണ്ട് മതങ്ങളും, രണ്ട് വിശ്വാസങ്ങളും, രണ്ട് മൂല്യബോധങ്ങളും, രണ്ട് നീതിയുടെ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ദുർബലമായൊരു പക്ഷത്താണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മതേതരത്വത്തിൻ്റെയും മതങ്ങൾ തമ്മിലുള്ള വൈരങ്ങളില്ലാത്ത മനുഷ്യനായി ജീവിക്കേണ്ട ഒരു സമൂഹത്തെ ഉണ്ടാക്കേണ്ട കാലത്തിൻ്റെയും ഒപ്പം നിൽക്കേണ്ട മനുഷ്യരുടെ പക്ഷം ഇന്ന് ദുർബലമാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പക്ഷം സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ വേറൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഈ മതരാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നം കാണുമ്പോൾ ഇതിൽ നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടാകുന്നൊരു മേഖലയാണത്. പക്ഷെ അത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യനെ ആരാണ് മതബദ്ധനായ മനുഷ്യൻ മാത്രമാക്കി മാറ്റുന്നത്? വിശ്വാസികളും അവിശ്വാസികളും ഒക്കെയുള്ള ധാരാളമുള്ള മനുഷ്യരുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു അനുഭൂതിയാണ്. ഒരാൾ അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്കും ആത്മീയമായ അനുഭൂതി ഉണ്ടാകാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതവിശ്വാസവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല, അത് വേറൊരു വിഷയം. പക്ഷെ മനുഷ്യനെ, നമ്മുടെ നാട്ടിലേക്ക് സാധാരണ മനുഷ്യരായിട്ട് എത്രയോ കാലമായിട്ട് നമ്മൾ പരസ്പരം ജീവിക്കുകയും ഒത്തുപോവുകയും ചെയ്യുന്ന മനുഷ്യനെ മതബദ്ധനായ, മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം കാണുന്ന മനുഷ്യനാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജീവിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് എന്നുള്ളതിനപ്പുറം അതിനെ ഒരു രാഷ്ട്രീയാധികാരത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റുമ്പോൾ നിങ്ങളിലേക്ക് ഹിംസ അടിച്ചേൽപ്പിക്കാതെ വയ്യ. എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ അപരവൽക്കരണം ആരാ ഇന്ത്യയിൽ ഏറ്റവും അധികം കൊണ്ടു നടക്കുന്നത്? സംഘപരിവാറാ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ പുണ്യഭൂമിയായി കാണാത്തവരാണ്, ഇന്ത്യയെ പിതൃഭൂമിയായി കാണാത്തവരാണ്. അവരിവിടെ താമസിക്കുന്നവരാണെങ്കിൽ കൂടി അവരുടെ നാട് ഇതല്ല. അവർ സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ട് ഈ നാട്ടിൽ രണ്ടാംകിട പൗരന്മാരോ പൗരാവകാശങ്ങൾ ഇല്ലാത്തവരോ ആയിട്ട് ഇവിടെ ജീവിക്കേണ്ടവരാണ് എന്നാണ് സവർക്കർ മുതൽ ഹെഡ്ഗേവാറും ഗോൾവാർക്കറും അടങ്ങുന്നുള്ള ഹിന്ദുത്വ ഫാഷിസ്റ്റ് ആചാര്യന്മാരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. അത് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. ഇത് സംഘപരിവാറാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മതാടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റാൽ ഒരാൾ മുസ്ലിമായിട്ടുള്ള ഒരാൾ, അയാൾ വണ്ടി ഓടിക്കുന്ന ഒരാളാവാം, മാഷാവാം, ഡോക്ടറാവാം, നേഴ്സാവാം, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന ആളാവാം. പക്ഷേ അയാൾ പ്രാഥമികമായിട്ടൊക്കെ ചിന്തിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല എന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറയാം. അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതമാണ്. ബാക്കിയൊക്കെ ഒരു ഡോക്ടർ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അയാൾ മുസ്ലിമായിട്ടാണ് ചികിത്സിക്കുന്നത്, അയാൾ ഡോക്ടറായിട്ടാണ് ചികിത്സിക്കുന്നത്. മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ മനുഷ്യൻ്റെ സകലമാന ജീവിത സാകല്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയാനുഭൂതിയായിട്ട് അയാളുടെ മതത്തെ കാണുന്നു എന്നല്ലാതെ അയാൾ ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ട് ആ മതത്തെ കാണുകയാണെങ്കിൽ അയാൾ ആ മതത്തിന് കൊള്ളാത്ത ആളാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ
ഇങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ആരാ? സംഘപരിവാറ. പിന്നെ ഉണ്ടാക്കുന്നത്, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടാകാം, എനിക്ക്. പിന്നെ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഉണ്ടാക്കുന്നത്. അവരും ഇതേ പറയുന്ന ആളുകളാണ്. ഒരു ആൾ മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിക രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അങ്ങനെയല്ല ഇന്ത്യ. അങ്ങനെയാണോ ഇന്ത്യ ഉണ്ടായത്? ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും എത്രയോ മനുഷ്യർ മുസ്ലിമോ ഹിന്ദുവോ എന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിലും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ അവർ രാഷ്ട്രീയമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന എങ്ങനെയാണ്? ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയുള്ള പൗരന്മാർ എന്നുള്ള നിലയ്ക്കല്ല നിങ്ങൾ പങ്കെടുക്കേണ്ടതെന്നും നിങ്ങളുടെ പൗരത്വത്തിനും ഈ മതേതര രാജ്യത്തിലെ രാഷ്ട്രീയ ജീവിതത്തിനും അപ്പുറം നിങ്ങളുടെ മതമാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്നും പറയുന്ന ആളുകൾ ആരാണ് പിന്നെ ഉണ്ടാകുന്നത്? അത് ഇസ്ലാമിക് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഈ രണ്ട് കൂട്ടരുടെ പക്ഷത്ത് നിന്നും കൊണ്ട് ഈ രാഷ്ട്രീയത്തെയും രാജ്യത്തെയും ഒരു മതേതര സമൂഹത്തെയും ഭിന്നിപ്പിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് മാധ്യമങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതാണ് ഇതിൽ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളുടെ മാധ്യമങ്ങൾ, ന്യൂനപക്ഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ ഇതിലേക്ക് പിന്തുണ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശത്രു ഉണ്ടാവുക എന്ന് പറയുന്നതാണ് രണ്ടു കൂട്ടരുടെയും ആവശ്യം. അപരനെ ശത്രുവായി കാണുക എന്നുള്ളതാണ് രണ്ടു കൂട്ടരുടെയും ആവശ്യം. ശത്രുവില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം നിലനിൽക്കുക? മുസ്ലിമാണ് ശത്രു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം ശത്രുവാണ് എന്ന് നിരന്തരമായി കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിമിനെ ശത്രുവാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറയുന്നു. ഇന്ത്യയിലെ മുസ്ലിമൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പറയുന്നു. ലോകത്തെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണെന്ന് പറയുന്നു. ഈ ഒരു രാഷ്ട്രീയ നരേറ്റീവ് സംഘപരിവാർ ഉണ്ടാക്കുമ്പോൾ ആ ശത്രു നിർമ്മാണത്തിൻ്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള അപരവൽക്കരണത്തിലേക്ക് മാറി നിൽക്കുക എന്നുള്ളൊരു രാഷ്ട്രീയം ഈ സ്വത്വവാദത്തിൻ്റെ ഈ ഇസ്ലാമിക് പൊളിറ്റിക്സിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത്തരമൊരു പ്രശ്നം വരുമ്പോഴാണ്, അതായത് മനുഷ്യനെ മനുഷ്യനായിട്ടും മതവിശ്വാസമുള്ള മനുഷ്യനായിട്ട് നിലനിൽക്കണമെങ്കിൽ അയാളുടെ വ്യക്തിപരമായ സാമൂഹ്യമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം അതിനെ കൊണ്ടുകിടക്കണമെങ്കിൽ ഒരു പൗരസമൂഹം, ഒരു മതേതര പൗരസമൂഹം ഉണ്ടായേ മതിയാവൂ. അവിടെയാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും എല്ലാം ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു മതേതര സമൂഹമാണ്, സെക്യുലറായ ഒരു സമൂഹമാണ് മതവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ സമൂഹം. മതവിശ്വാസത്തിന് മാത്രം പ്രാമുഖ്യമുള്ളൊരു സമൂഹത്തിൻ്റെ പ്രശ്നം എന്താ? മതവിശ്വാസം രാഷ്ട്രീയ പരിപാടിയായി മാറുന്നൊരു സമൂഹത്തിൻ്റെ പ്രശ്നം എന്താ? നമ്മളിപ്പോൾ കാണുന്ന പ്രശ്നമാണ്. ഭൂരിപക്ഷ മതമാണ് പ്രധാനം എന്നും ആ മതം വെറുപ്പിൻ്റെയാണെന്നും ആ മതം രാഷ്ട്രീയ അധികാരത്തിൻ്റെയാണെന്നും. വെറുമൊരു മതമല്ല അത് നോമ്പ് നോക്കുകയും മലയ്ക്ക് പോവുകയും ചെയ്യുന്നൊരു മതമല്ല അത് രാഷ്ട്രീയാധികാരത്തിൻ്റെ മതം കൂടിയാണ്. അത് പൗരത്വത്തെ നിശ്ചയിക്കുന്ന മതമാണ്. ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന മതമാണ്. ആ മതം ഞങ്ങളാണ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതക്കാർ, ഞങ്ങളുടെ കൂട്ടത്തിലാണ് കൂടുതൽ വിശ്വാസികൾ. ആ യുക്തിയുടെ പക്ഷത്ത് മതമാണ് ശരി, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തെ നിശ്ചയിക്കേണ്ടത് എന്ന യുക്തിയിലേക്ക് നമ്മൾ എത്തിയാൽ അപ്പോഴെന്താ? ഭൂരിപക്ഷ മതത്തിൻ്റെ ഈ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ യുക്തിയെയാണ് നമ്മൾ പിന്താങ്ങുന്നത്. ഒരു മതേതര സമൂഹത്തിലാണ് മതം മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു ജീവിതചര്യയായി മാറുകയും രാഷ്ട്രീയാധികാരം എന്ന് മനുഷ്യരെല്ലാവരും കൂടി നിശ്ചയിക്കുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പരിപാടിയെ എങ്ങനെയാണ് മതാടിസ്ഥാനത്തിൽ തുരങ്കം വയ്ക്കുക എന്നുള്ളതിൻ്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത് എന്നുകൂടിയാണ് നമ്മളിന്ന് പലരും ഇവിടെ പറഞ്ഞതും നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതായിട്ടുള്ള വിഷയം. ഇത് മറ്റൊന്നുകൂടി നമ്മുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കേവലമായ നിഷ്കളങ്കതയുടെ ഒരു സാധനം മാത്രമല്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള, വർഗ താല്പര്യങ്ങളുള്ള ഒന്നാണ്. ആരാ? NDTV മുതലാളി അദാനിയാണ്. അദാനിക്കെതിരെ ഒരു വാർത്ത കൊടുക്കുവോ? ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് കൊടുത്തു. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ കേവലം 1/3 പോലും മുടക്കാത്ത അദാനിയും 2/3 മുടക്കുന്ന കേരള സർക്കാരുമാണ്. എന്നിട്ട് അടുത്ത 40 കൊല്ലത്തേക്ക്, നിർമ്മാണം കഴിഞ്ഞ് 40 കൊല്ലത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് അദാനിയാണ്. 20 കൊല്ലം കഴിഞ്ഞാൽ ഓരോ ശതമാനം വെച്ച് കേരള സർക്കാരിന് കൊടുക്കും. ഇത് ലോകത്ത് എവിടെയെങ്കിലും കേട്ട കരാറാണോ? പക്ഷെ ഇങ്ങനെയാണ് കോർപ്പറേറ്റുകൾ കരാറുണ്ടാക്കുക. ലോകത്തെല്ലായിടത്തും തങ്ങളുടെ പാവ സർക്കാരുകൾ
ഭാഗമായിട്ട് ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിഭവ സ്രോതസ്സുകളെല്ലാം കൊള്ളയടിക്കുന്ന ഈ കോർപ്പറേറ്റുകളെല്ലാം ഇങ്ങനെയാണ് കരാറുണ്ടാക്കുക. അവർ കൊള്ളയടിക്കുക. ഇന്ത്യയുടെ എല്ലാ തുറമുഖങ്ങളും നമ്മളൊരു മാല പോലെ കോർത്താണ് അദാനി തുറമുഖം ഉണ്ടാക്കിയിരിക്കുന്നത്. തുറമുഖങ്ങളെല്ലാം കൈയടക്കിയിരിക്കുന്നത്. വിഴിഞ്ഞമാകട്ടെ, ഗുജറാത്തിലെ മുണ്ട്രയാകട്ടെ, ഒഡീഷയിലെ തുറമുഖമാകട്ടെ, അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്, ഒരു അദാനി അംബാനി റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുക. ഈ ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ നിങ്ങൾക്ക് അദാനിക്കെതിരായിട്ടുള്ള വാർത്ത കാണാൻ പറ്റുമോ? കാരണം എന്താ? അതിൻ്റെ ഉടമസ്ഥരാരാണ് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഈ ലോകത്തെ തന്നെ മാധ്യമങ്ങളുടെ ഉടമകളെല്ലാം ഈ കോർപ്പറേറ്റുകളാണ്. ഈ കോർപ്പറേറ്റുകളുമായി കൂട്ടുചേർന്നാണ് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന വാർത്തകളെല്ലാം ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് കോർപ്പറേറ്റ് മുതലാളിമാർക്കും, രണ്ട് ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. നമ്മുടെ ദൃശ്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മളുടെ സമ്മതത്തെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ ഇവിടെ ജ്യോതി ബോസ് സംസാരിച്ചപ്പോൾ ഈ പുതിയ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമായിട്ടൊക്കെ പറഞ്ഞു. കല്യാണം കഴിക്കാത്തത് എന്തെങ്കിലും പ്രശ്നമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റ് കല്യാണം എന്ന് പറയുന്നത് എന്തൊരു വലിയ പ്രശ്നമാണെന്ന് കഴിച്ച പെൺകുട്ടികൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും പുതിയ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ ഇത്തിരി വിസമ്മതം പ്രകടിപ്പിക്കുന്നതെന്നേ നമുക്ക് കരുതാവൂ. നമ്മളൊക്കെ ജീവിക്കുന്ന വീടുകളിൽ സ്ത്രീകളുടെ അടിമത്തത്തിൽ കെട്ടിപ്പൊക്കിയതാണ് മിക്ക കുടുംബങ്ങളും എന്ന് നമുക്കറിയാം, അല്ലേ? കെയ്യനൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന പോലെ ഈ രാവിലെ അച്ഛൻ എഴുന്നേൽക്കുന്നു, രാവിലെ ചാരു കസാരയിലിരിക്കുന്നു, ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, എന്നിട്ട് എന്താ എന്ന് മുറ്റമടിക്കാത്തതെന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ എന്താ പ്രശ്നം എന്ന് ആരും ചോദിക്കില്ല. അമ്മ രാവിലെ എഴുന്നേറ്റ് ചാരു കസാരയിലിരിക്കുന്നു, ചായ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നു, പത്രം വായിക്കുന്നു, കുട്ടികളെ എന്താ സ്കൂളിൽ അയക്കാൻ നോക്കാത്ത, മുറ്റത്ത് എന്താ ഇലയൊക്കെ കിടക്കുന്നത്, ആരും അടിച്ചു വാരിയില്ല എന്ന് ചോദിച്ചാൽ നാട്ടുകാരൊക്കെ കൂടി പറയും ആ പെണ്ണുരുത്തിക്ക് പ്രാന്തായി എന്ന് പറയും, അല്ലേ? ഇതാണ് പ്രശ്നം. സ്ത്രീകളുടെ അടിമത്തത്തിൽ കെട്ടിപ്പൊടുക്കിയ ഒരു സ്ഥാപനം കൂടിയാണ് കുടുംബമെന്ന് നമ്മൾ കൂടി തിരിച്ചറിയുന്നൊരു കാലത്താണ് സ്ത്രീ ഇത് ദൃശ്യവൽക്കരണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എത്രയോ കാലമായി നമ്മളിൽ തന്നെ അടിച്ചേൽപ്പിച്ചൊരു കാര്യമാണത്, അല്ലേ? നമ്മളിൽ തന്നെ, നമ്മുടെ തലകളിൽ തന്നെ കയറിയ ഒരു കാര്യമാണ്. പരസ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഞാൻ ദൃശ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ജ്വല്ലറിയുടെ പരസ്യം എങ്ങനെയാണ് പറയുന്നത്? പെണ്ണായാൽ പൊന്നു വേണമെന്നാണ് പറയുന്നത്. പെണ്ണിന് എന്തിനാ പൊണ്ണ്? ആണുങ്ങൾക്ക് കിട്ടുന്ന പൊന്നൊക്കെ പോരെ പെണ്ണുങ്ങൾക്കും. ഈ പൊന്നിന് വേണ്ടിയിട്ട് ഈ പെണ്ണുങ്ങളെ മുഴുവൻ അലങ്കരിച്ച് നടത്തേണ്ട ഒരു പരിപാടിയല്ലോ അത്. ജ്വല്ലറിക്കാരൻ്റെ സ്വർണം വിൽക്കാനും അവന് കാശുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ്. സ്നേഹം എന്നാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സ്നേഹം എന്നാൽ ഭാര്യയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്ന ഭർത്താവാണ് സ്നേഹമുള്ള ഭർത്താവ് എന്നാണ് പറയുന്നത്. ഇത്രയും കാലം ഏത് തരം ജീവിതത്തിലാണോ നിങ്ങളെ തളച്ചിട്ടത്, അതേ ജീവിതത്തിലേക്ക് തന്നെ സ്നേഹത്തിൻ്റെ കൂടി പേരിൽ തളച്ചിടുന്ന ഒരു പരിപാടിയെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ ചിത്രീകരിക്കുന്നത്. ഒരു സോപ്പിൻ്റെ പരസ്യം പണ്ട് വന്നത്, സത്യം എന്നാൽ എന്താണ് അച്ഛാ എന്ന് കുട്ടി ചോദിക്കുന്നു. സച്ച് തു ക്യാ ഹേ എന്നാണ് ചോദിക്കുന്നത്. സത്യം എന്നാൽ എന്താണെന്ന് അച്ഛൻ പറയുന്നത് സത്യം ഹമാമാണ് എന്നാണ്. സോപ്പാ ഹമാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് സത്യം എന്നുള്ളതിനെ കുറിച്ചാണ് നൂറുകണക്കിന് വർഷങ്ങളായി പ്രവാചകന്മാരും ഋഷിമാരും മുനിമാരും ചിന്തകരുമൊക്കെ എന്താണ് സത്യം, വാട്ട്സ് ട്രൂത്ത് എന്ന് ആലോചിച്ചിട്ട് താടിയും വെച്ച് ജീവിച്ച് സത്യവും എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് സത്യത്തിൻ്റെ സ്വരൂപം എന്ന് അന്വേഷിക്കുന്നതിനെയാണ് നമ്മൾ തത്വചിന്തയുടെ വലിയ തലങ്ങളിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പോഴാണ് മുതലാളി എന്ന് പറയുന്നത് സത്യം എന്നാൽ എന്താ, സത്യം എന്നതാ ഞാനുണ്ടാക്കുന്ന സോപ്പാ സത്യം എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ജീവിത രീതികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരസ്യവാചകങ്ങൾ തൊട്ട് വാർത്തകൾ വരെ നൽകുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ അജണ്ട ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയും ഒരു മതരാഷ്ട്രീയത്തിൻ്റെ ഭൂരിപക്ഷ മതരാഷ്ട്രീയവും അതിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. അതാണ് ഇപ്പോൾ കേരളത്തിന്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഓൾറെഡി ദീർഘിച്ചു പോയൊരു വർത്തമാനമാണ് നമ്മുടെ, എങ്കിൽ പോലും പറഞ്ഞു നിർത്താം. കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഒരു മതേതര പൗരസമൂഹമായി നാം നിലനിൽക്കണോ, ഒരു മതരാഷ്ട്രീയ സമൂഹമായി നാം നിലനിൽക്കണോ എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യ നേരിടുന്നൊരു പ്രശ്നമാണ്. അതിനപ്പുറം ഈ ലോകത്ത് തന്നെ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതിഹീനമായ മുദ്രകൾ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. മനുഷ്യരെ അവരുടെ പൗരൻ എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് അവരുടെ മതത്തിൻ്റെ പേരിൽ അവരെ ഭീകരവാദികളാക്കി
മുദ്ര കുത്തുന്നതിൻ്റെ, അവരെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നതിൻ്റെ വലിയ തോതിലുള്ള വിപത്തുകൾ ലോകത്ത് തന്നെ വരുന്നൊരു രാഷ്ട്രീയ കാലമാണിത്. ആ കാലത്ത് മാധ്യമങ്ങളും അതിനൊപ്പമാണ് നിൽക്കുന്നത്. നമുക്ക് ഗാസയിലെ ബോംബിങ്ങിനെ കുറിച്ച്, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായ കൂട്ടക്കൊലകളെക്കുറിച്ച് നമുക്കറിയാം, പലസ്തീൻകാരുടെ വിമോചന പോരാട്ടങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ നമ്മളിപ്പോൾ എന്താ കേൾക്കുന്നത്? നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇസ്രായേലിൻ്റെ പുതിയ ആയുധങ്ങളെക്കുറിച്ചും, ഇസ്രായേലിൻ്റെ സായുധ ശക്തിയെക്കുറിച്ചും, ഇസ്രായേൽ ബോംബിട്ടതിനെക്കുറിച്ചും, ഇസ്രായേൽ എങ്ങനെയാണ് ബുദ്ധിപരമായി സൈനിക ശക്തിയിൽ വളരെ മുമ്പിട്ട് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയാണ്. ഒരു 25-30 കൊല്ലം മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും നടന്നിരുന്ന മാധ്യമ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന എന്താ ചർച്ചകളിൽ? അത് പലസ്തീൻ്റെ വിമോചനത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയമായിരുന്നു നമ്മൾ കേട്ടത്. ലോകത്തെവിടെയും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുടെ വിമോചന രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇന്ത്യയെന്നും നമ്മളെന്നുമാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കാലം തൊട്ട് പലസ്തീനൊപ്പമായിരുന്നു ഇന്ത്യ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മാറുകയും ഇന്ന് ഇസ്രായേലിൻ്റെ ഒപ്പമാവുകയും, ഇസ്രായേലിൻ്റെ ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഇവിടുത്തെ ജേർണലിസ്റ്റുകളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ഫോണുകളിലടക്കം എടുത്ത് ചോർത്തിയെടുക്കുന്ന തരത്തിൽ ഇന്ത്യൻ ഭരണകൂടവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സുദൃഢമാവുന്ന ഒരു കാലത്ത് നമ്മൾ ഇസ്രായേലിൻ്റെ വാഴ്ത്തുപാട്ടുകളാണ് മാധ്യമങ്ങളിൽ കേൾക്കുന്നത്. അതാണ് ഒരു കെട്ടകാലത്ത്, രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു കെട്ടകാലത്ത് മാധ്യമങ്ങൾ മാത്രമായിട്ട് മാറി നിൽക്കില്ല. മാധ്യമങ്ങൾ കൂടി ആ കെട്ടകാലത്തിൻ്റെ പാട്ടുകാരായി മാറും, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പാട്ടുകാരായി മാറും. അതിനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുക മാത്രമല്ല, നാം തെരുവുകളിൽ നിന്ന് സംസാരിക്കണം. നമ്മുടെ തെരുവുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ഉള്ളുകളിലും നമ്മുടെ പൗരസംവാദങ്ങളിലും മതേതര രാഷ്ട്രീയത്തിൻ്റെയും മതത്തിനപ്പുറം മതരാഷ്ട്രീയത്തിൻ്റെയും മതബദ്ധ ജീവിതത്തിൻ്റെ മാത്രമല്ലാത്ത ഒരു മതേതര സമൂഹത്തിൻ്റെയും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഉൾക്കാഴ്ചയുടെയും ഒരു രാഷ്ട്രീയവും മൂല്യബോധവും ഒരു നീതിബോധവും നമ്മുടെ സമൂഹത്തിൻ്റെ തെരുവുകളിൽ നിരന്തരം സംസാരിക്കുകയും അതിൻ്റെ രാഷ്ട്രീയമുയർത്തുകയും ചെയ്യുമ്പോഴാണ് മാധ്യമങ്ങൾ മാറാൻ നിർബന്ധിതരാവുക. അങ്ങനെ ആ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിന് ഈ സെമിനാർ എന്തെങ്കിലും തരത്തിലുള്ളൊരു സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തതിലുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ.